ഹായ് നമസ്കാരം. ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോ നിങ്ങളെ കാണിച്ചതിന് ശേഷം ഞാൻ രണ്ടു വാക്ക് പറയാം. വീഡിയോ കണ്ടു നോക്ക്. മലയോര ഹൈവേയിൽ താവുന്ന വളവിൽ ഇന്നുണ്ടായ അപകടമാണിത്. രാവിലെ 5 മണിക്ക് കർണാടകത്തിൽ നിന്ന് സിമൻറ്റ് കയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഈ വളവിൽ നിരവധിയായ അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നവംബർ മാസം 20-ാം തീയതി കുഴൽക്കിണർ ഒഴിക്കുന്ന റിഗ് മറിഞ്ഞ് ഒരാൾ മരിക്കുകയും 5ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സ്ഥലമാണിത്. അതേ സ്ഥലത്താണ് വീണ്ടും അപകടമുണ്ടായിട്ടുള്ളത്. ഇതുവഴി വരുന്ന ഭാരം കയറ്റിയ ലോറി ഡ്രൈവർമാർ ജാഗ്രത പാലിക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ ഉണ്ടല്ലോ, കഴിഞ്ഞ ഇതിനിടയ്ക്ക് ഒരു മാസം കഷ്ടമായിട്ടുണ്ടാവുള്ളൂ. അറിയാലോ, ഞാൻ അന്നൊരു കുഴൽക്കിണർ വണ്ടിയായിരുന്നു മറിഞ്ഞത്. അതിനകത്തൊരു ജീവനക്കാരൻ മരിക്കുകയും ചെയ്തു. അന്ന് ഞാൻ പറഞ്ഞതാ വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ. അന്ന് ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ, അപകടങ്ങൾ ഇനിയും ഉണ്ടാവും. അവിടെ അപകടങ്ങൾ ഇനിയും ഉണ്ടാവും. ഇതുകൊണ്ട് തീർന്നില്ല. ഈ അപകടങ്ങളുണ്ടോ തീർന്നില്ല, ഇനിയും വരാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ വെറുതെ പറയുന്നല്ല, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപകടങ്ങൾ ഇനിയും ഉണ്ടാവും അവിടെ. ഇതിൻ്റെ എല്ലാം കാരണം അന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നടുവിൽ പ്രദേശത്തെ കുറേ നേതാക്കന്മാരാണ്, രാഷ്ട്രീയ നേതാക്കന്മാർ. അങ്ങനെ തന്നെ പറയണം. അത് ഇന്ന രാഷ്ട്രീയം എന്ന് ഞാൻ പറയത്തില്ല, എല്ലാ രാഷ്ട്രീയത്തിലും ആൾക്കാരുണ്ടായിരുന്നു. പോത്തുണ്ട് വഴി വെട്ടിയ റോഡ്, പോത്തുണ്ട് വഴി മലയോര ഹൈവേ വേണമെന്ന ആവശ്യം പ്രകാരം അന്നത്തെ MLA KC ജോസഫ് MLA ആയിരുന്ന സമയത്ത് നമുക്ക് ഇതിലെ ഒരു മലയോര ഹൈവേ അനുവദിച്ചു തരികയും ആ റോഡിൻ്റെ പണി ഏകദേശം ആകാറായപ്പോഴത്തേനും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് ആ റോഡ് നഷ്ടപ്പെടുക. എന്നിട്ട് പുതിയ റോഡ് പണിതെടുക്കുകയാണ് ചെയ്തത്. ആ വഴി നമുക്ക് ഇത് മലയോര ഹൈവേ നഷ്ടപ്പെട്ടു, അതിലേക്ക് എടുത്തു. എന്തിനാണെന്നറിയോ, നടുവിലെ കുറേ നേതാക്കന്മാരുണ്ട്, രാഷ്ട്രീയക്കാർ. അവരുടെ പറമ്പ് അവിടെയുണ്ട്. അവർക്ക് ആവശ്യമാണ്. ഇതിലെ റോഡ് വന്നാൽ അവർക്ക് വില കിട്ടുള്ളൂ. ഇതിലെ റോഡ് പോയി കഴിഞ്ഞാൽ അത് മൂടിപ്പോകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അന്ന് ഇവരെല്ലാം കൂടി കച്ച കെട്ടി ആ റോഡ് അതിലേക്ക് കൊണ്ടുപോയി. ആർക്കെങ്കിലും ഉപകാരമുണ്ടോ? അവർക്ക് ഉപകാരമുണ്ട്. ഈ നേതാക്കന്മാർക്ക് ഉപകാരമുണ്ട്, കാരണം അവരുടെ സ്ഥലത്തിനൊക്കെ വില കയറി. അതല്ലാതെ അതിൽ ഒരു ഉപകാരമില്ലാത്ത റോഡാണ്. അതുമാത്രമല്ല, അന്ന് ഞാൻ പറഞ്ഞ വാക്ക് ഇന്ന് ഞാൻ ആവർത്തിക്കുകയാണ്, ആളെ കൊല്ലി വളവാണത്. ഇനിയും ജനങ്ങളവിടെ ഇനിയും അപകടങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതിലെ വന്ന റോഡ്, ഇതിൽ പോകുന്ന റോഡാണ്. അതാലോചിച്ച് നോക്കണം. അത് പണി ഏകദേശം ആയ റോഡിൻ്റെയാണ് മാറ്റിക്കൊണ്ട് പോകുന്നത്. നടുവിലെ നേതാക്കന്മാരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ആണ് ആ റോഡ് അതിലേക്ക് കൊണ്ടുപോയത്. എന്നിട്ടോ ഇപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥകളൊന്ന് കാണണം. ഇപ്പോൾ ഈ ബൈപ്പാസ് എന്ന് പറഞ്ഞിട്ടേക്കോ റോഡേ,